അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് മുആവിയ റളിയല്ലാഹു അൻഹു 700 ദിർഹം ഒരു ദിവസം സ്വതക്കയായിട്ട് അയക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിൽ കിട്ടുന്ന പണം അത് ആ സമയത്ത് തന്നെ കൊടുത്തു തീർക്കുകയാണ്. കയ്യിലൊന്നും അത് വെക്കുകയില്ല. കാരണം അതൊക്കെ മുത്തുനബിയിൽ നിന്ന് പഠിച്ചതാണല്ലോ. മുത്തുനബിയിൽ നിന്ന് നേർക്ക് നേരെ ആ ജീവിതം പഠിച്ചതാണ്. ഇവിടെ വെച്ചാൽ, ഇവിടെ സൂക്ഷിച്ചു വെച്ചാൽ ഇതൊന്നും എനിക്ക് ഉപകാരം കിട്ടുകയില്ല. എത്രത്തോളം ഞാൻ കൊടുക്കുന്നുണ്ടോ, എത്രത്തോളം ഞാൻ സ്വതക്ക ചെയ്യുന്നുണ്ടോ, അതെല്ലാം എൻ്റെ ഖബറിലേക്കെത്തും, അതെല്ലാം എൻ്റെ ആഖിറ ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്നുള്ള ആ വലിയ പാഠം മുത്തുനബിയിൽ നിന്ന് പഠിച്ചതിൻ്റെ പേരിൽ ആയിഷ ഉമ്മ തൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ പണങ്ങളും ഇങ്ങനെ ചെലവ് ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ ഈ കിട്ടിയ 700 ദിർഹം പോലും അവിടെ നിന്ന് എല്ലാം ചെലവ് ചെയ്യുകയാണ്. അന്നത്തെ ദിവസമാണെങ്കിലോ ആയിഷ ഉമ്മക്ക് നോമ്പുള്ള ദിവസമാണ്. അങ്ങനെ അവിടുത്തെ അടിമ നോമ്പ് തുറക്കാൻ വേണ്ടി കുറച്ച് വിഭവങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ വീട്ടിലൊന്നുമില്ല. കുറച്ചൊക്കെ പത്തിരും കുറച്ച് വെള്ളമല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ ആയിഷ ഉമ്മാൻ്റെ മുമ്പിൽ ആ ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചപ്പോൾ പെട്ടെന്നുള്ള ആ അടിമ സ്ത്രീ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, അല്ല ഉമ്മ, നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്ന ആ പണത്തിൽ നിന്ന് കുറച്ചൊക്കെ നിങ്ങൾ വെച്ചിരുന്നെങ്കിൽ ഇന്ന് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ഉമ്മ പറഞ്ഞത്, നീ എൻ്റെ നേരത്തെ എന്നെ ഓർമ്മപ്പെടുത്താത്തത് എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിൽ പണം കിട്ടുമ്പോഴേക്ക് വേറെ ഒരു വിഷയം ആയിഷ ഉമ്മക്ക് ഓർമ്മയില്ല. ഇന്ന് എനിക്ക് നോമ്പുണ്ട്, ഇന്നത്തെ നോമ്പ് എനിക്ക് വിഭവങ്ങൾ വേണം, അങ്ങനത്തെ ഒരു ചിന്തയും അവിടുത്തെ മനസ്സിലേക്ക് ഓടി വരുന്നില്ല. നീ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെക്കാമായിരുന്നു. അതായത് തൻ്റെ നഫ്സ്, തൻ്റെ സ്വന്തത്തിൻ്റെ ഒരു ചിന്ത, തന്നിലേക്ക് പണം വരുമ്പോഴേക്ക്, തന്നിലേക്ക് സമ്പത്ത് വരുമ്പോഴേക്ക് തന്നെ ചിന്തിക്കുന്നതിനേക്കാൾ, തൻ്റെ ആവശ്യങ്ങളെ ചിന്തിക്കുന്നതിനേക്കാൾ, അത് ഓർമ്മയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ പാവപ്പെട്ടവരെ ഓർമ്മ വരികയും അവരിലേക്ക് അത് എത്തിക്കുകയും അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുള്ള ജീവിത ശൈലി എന്ന് വളരെ ഗൗരവത്തോടു കൂടെ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇതിലൂടെയൊക്കെ നമുക്ക് എത്രമാത്രം പാഠങ്ങളാണ് ഉൾക്കൊള്ളാനുള്ളത്. ഒരിക്കൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഒരു ദിർഹം കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ആ ദിർഹമിനെ നോക്കി പറയാണ്, അമാ ഇന്നക മാലം തഖ്റുജു അന്നി ലാ തൻഫഅനി. ഈ ദിർഹമിനെ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഓ ദിർഹമേ, ഇതിപ്പോ എൻ്റെ കയ്യിലുള്ള, എൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്, നീ ഇത് എൻ്റെ കയ്യിൽ നിന്ന് പുറപ്പെടാതെ എനിക്ക് ഉപകാരമില്ല, നീ എൻ്റെ കയ്യിലുണ്ടായിട്ട് എനിക്കൊരു ഉപകാരമില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നേരെ വിപരീതമാണ്. എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് എനിക്കാണ് ഉപകാരമെന്ന്. ബഹുമാനപ്പെട്ടവർ പറയുന്നത് അതല്ല, നീ ഇത് എൻ്റെ കയ്യിലുള്ള കാലത്തോളം എനിക്കിതുകൊണ്ട് ഉപകാരമില്ല, ഞാനിത് സ്വതക്ക ചെയ്താലാണ് എനിക്ക് ഉപകാരം കിട്ടുക. അപ്പോഴല്ലേ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പൊരുത്തം, ആഖിറത്തിൽ വലിയ സ്ഥാനം കിട്ടുക. എൻ്റെ കയ്യിൽ നിന്ന് ഇത് പുറത്തു പോകുമ്പോഴേക്കാണ് ദുനിയാവിൻ്റെ ഉപകാരം അതൊരു ഉപകാരമല്ല എന്ന രീതിയിലാണ് അവരൊക്കെ കാണുന്നത്. എങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതം? അവരുടെ കയ്യിലേക്ക് ചെറിയ പണക്കെത്തുമ്പോഴേക്ക് അവർ ഇതുകൊണ്ടെങ്ങനെ ആഖിറം നേടാം, ഇതുകൊണ്ടെങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാം, ഇതുകൊണ്ടെങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് എത്തിപ്പെടാമെന്ന് കൊതിച്ച് അതിങ്ങനെ ചെലവ് ചെയ്യുന്നവരാണ്. ദുനിയാവല്ലേ, അതൊക്കെ കുറച്ചൊക്കെ കഷ്ടപ്പെടാനുള്ളതല്ലേ, കഷ്ടപ്പെടാം, ഞാൻ തയ്യാറാണ്, അത് കുറച്ചു കാലം മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിച്ച് തന്നിൽ കിട്ടുന്ന പണങ്ങളെല്ലാം അവർ റബ്ബിന് വേണ്ടി ചെലവ് ചെയ്യുന്നവരാണ്. ഇത് നമുക്ക് വലിയ പാഠമുണ്ടാകണം. നമ്മളും വലിയ സ്വതക്ക നൽകുന്ന ആ വലിയ നല്ല സ്വഭാവം നമ്മളാൽ കഴിയുന്ന രീതിയിൽ സ്വതക്ക ചെയ്യുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.